ഇപ്പം കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ജീവിക്കുന്ന ഷാഫി മദ്ഹബുകാരും ഹനഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിർബന്ധമാണ്. ആ നിർബന്ധ ബാധ്യത ഈ പെരുന്നാളിൻ്റെ സുന്നത്ത് കൊണ്ട് ഒഴിവാവുകയില്ല. പെരുന്നാളിൻ്റെ സുന്നത്താണ്. ആ സുന്നത്ത് നിർവഹിച്ചത് കൊണ്ട് ജുമുഅയുടെ ഫർളിൻ്റെ ബാധ്യത ഒരിക്കലും ഒഴിവാവുകയില്ല എന്നതാണ് ന്യായം. ഈ ന്യായം മനസ്സിലാക്കിയിട്ട് വിവരിച്ചിട്ടുള്ള മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ കണ്ടതല്ലാത്ത ഒരു ഹദീസ് ആകാശത്തുനിന്ന് നിലം തൊടാതെ വന്ന് ഈ പറയുന്ന ആളുകൾക്കായിട്ട് കിട്ടിയൊരു ഹദീസൊന്നും ഉണ്ടാവില്ലോ. ഇവർ പറയുന്ന ഹദീസുകളെല്ലാം നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകൾ കണ്ടെത്തിയതാണ്, വിവരിച്ചതാണ്, അവർ നിരീക്ഷിച്ചതാണ്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാ നിയമങ്ങളും വെച്ചതാണ്. അപ്പം നമ്മളെ മദ്ഹബിൽ ഈ ഹദീസ് വിലയിരുത്തിയിട്ട് പറയുന്നത്, നമ്മുടെ മദ്ഹബിൽ നടക്കുന്ന പണ്ഡിതന്മാർ അവർ ഈ ഹദീസുകളെല്ലാം അതിന്മാർക്കൊക്കെ കിട്ടുള്ളൂ. ഷറഹുൽ മുഹദ്ദബിൽ നിന്നോ ഇമാൻ നബി തങ്ങളുടെ പോലുള്ള കിതാബുകളിൽ നിന്നോ ഷറഹ് മുസ്ലിമിൽ നിന്നോ ഒക്കെയാണ് ഇവർക്ക് മദ്ഹബുകൾ സംബന്ധമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകൾക്ക് നിദാനമായ ഹദീസുകളൊക്കെ കിട്ടുക. അത്തരം ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണിത്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഇവരുടെ മാത്രം ഗവേഷണമല്ല, ഗവേഷണപരമായിട്ട് ഈ ഹദീസിനെ സമീപിച്ച പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് മുമ്പ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവർക്കായിട്ടൊരു ഗവേഷണമല്ല. ഇവരിവിടെ ഗവേഷണം ചെയ്യേണ്ട ഒരു ആവശ്യമല്ല. കാരണം കേരളത്തിൽ ഷാഫി മദ്ഹബുകാരും ഹനഫി മദ്ഹബുകാരാണ്, ഇന്ത്യ രാജ്യത്തെ ഹനഫി മദ്ഹബുകാരാണ്. ഇവർക്ക് മദ്ഹബില്ലെങ്കിൽ ഓരോ അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതി. അവർ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾ ആ മദ്ഹബിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണല്ലോ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ നിലക്ക് സംസാരിക്കുന്നത്. ഇപ്പം ഷാഫി മദ്ഹബുകാരാണെങ്കിൽ അവർ 2 ജുമുഅക്കും പോകേണ്ടത് തന്നെയാണ്. ഒന്ന് സുന്നത്തായിട്ടും പോകണം. ജുമുഅ എന്ന് പറഞ്ഞ ആ ജുമുഅ വെള്ളിയാഴ്ചൻ്റെ ജുമുഅ ഫറളാണ്, ആ ഫറളിൽ പോകണം. ഹാനഫികളുടെ മസലയും അങ്ങനെ തന്നെയാണ്. ഹാനഫിയോടും ഷാഫികളുമാണ് ഇവിടെ ഇന്ത്യ രാജ്യത്തുള്ളത്. കേരളത്തിലും അല്പസ്വല്പം ഹനഫികളുണ്ട്, ബാക്കിയൊക്കെ ബഹുഭൂരിപക്ഷവും ഷാഫി മദ്ഹബുകാരാണ്. അവരൊക്കെ ജുമുഅ നടത്തും, ജുമുഅക്കും പോകും, അതേപോലെ പെരുന്നാൾ നിസ്കാരത്തിനും പോകും.